ഹായ്, എല്ലാവർക്കും നിതീസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഷെസ്വാൻ റൈസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചൈനീസ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ത്യൻസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഷെസ്വാൻ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. വലിയ ഉള്ളി വേണ്ടി ഞാൻ 1 കിലോ ഫ്രൈഡ് റൈസിൻ്റെ അരി, 2 വലിയ ഉള്ളി, പിന്നെ 1 ക്യാരറ്റ്, പിന്നെ 3 പച്ചമുളക്, ഗ്രീൻ പീസ് 1 കപ്പ്, 1/2 കപ്പ് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഗാർണിഷ് ചെയ്യാനായിട്ട് സെലറിയും പച്ചമുളകിന് പകരം ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്കത് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൽ യൂസ് ചെയ്യാം, സോളിഡായിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ നമ്മളിതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരല്പം ഉപ്പിട്ടിട്ട് കേട്ടോ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റൈസിന് വേണ്ട ഉപ്പ് അപ്പം തന്നെ ഇടേണ്ട ആവശ്യമില്ല, പിന്നീട് ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് സോയാ സോസും കുരുമുളക് പൊടിയുമാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അരി ഞാൻ വാങ്ങിച്ച് അതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 ആൾക്ക് സെർവ് ചെയ്യാനുള്ള അരിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരല്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വേവിച്ച അരി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ നമ്മളുടെ ഷെസ്വാൻ റൈസ് റെഡിയായി. ഫ്രൈഡ് റൈസാണ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഷെസ്വാൻ ചട്നിയും ചേർത്താണ് കഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഷെസ്വാൻ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അത് വളരെ പ്രത്യേകതയുള്ളൊരു ചട്നിയും കൂടിയാണ്. അപ്പം അത് അടുത്തതിൽ ഇത്തിരി വിശദീകരിച്ച് തന്നെ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു.